BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കളമശ്ശേരി മൂലേപ്പാടം റോഡിലെ വെള്ളക്കെട്ട് നിവാരണത്തിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുടെ കൾവെട്ട് നിർമ്മാണത്തിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി. 2 ആഴ്ചയ്ക്കുള്ളിൽ കരാർ നൽകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പുഷ് ത്രൂ കൺവേർട്ടാണ് ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുക. ഇതിനായി 3.5 കോടി രൂപ ചെലവഴിക്കും. ദേശീയപാത അതോറിറ്റി, റെയിൽവേ, കൊച്ചി മെട്രോ, ജലവിഭവ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർ ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. മൂലേപ്പാടം വെള്ളക്കെട്ട് നിവാരണത്തിനായി ജില്ലാ ഭരണകേന്ദ്രം, ദേശീയപാത അതോറിറ്റി, റെയിൽവേ, പൊതുമരാമത്ത്, റവന്യൂ വകുപ്പുകൾ, നഗരസഭ എന്നിവയെ കോർത്തിണക്കിയാണ് സമഗ്ര പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. മൂലേപ്പാടം നഗറിലെ നവീകരിച്ച ബൈലൻ റോഡിന്റെയും പുതുക്കിപ്പണിത കലുങ്കിന്റെയും നിർമ്മാണമാണ് PWD പൂർത്തിയാക്കിയത്. വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട സാലിസ് തോട്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. റവന്യൂ വകുപ്പ് കല്ലിടൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നഗരസഭ തുടർ നടപടി സ്വീകരിക്കും. VK ഇബ്രാഹിം കുഞ്ഞ് MLA-യും പൊതുമരാമത്ത് മന്ത്രിയുമായിരിക്കെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയായിരുന്നു പുഷ് ത്രൂ കൺവേർട്ട്. പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഫോർട്ട് കൊച്ചിയുടെ ടൂറിസം വികസനത്തിന് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും എല്ലാ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. പ്രദേശത്തോട് കടുത്ത അവഗണനയാണെന്ന് നാട്ടുകാരുടെ പരാതി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും. ഫോർട്ട് കൊച്ചിക്ക് വേണ്ടി മുൻകാലങ്ങളിൽ ചില വികസന പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും ആസൂത്രണ പിശകും അശാസ്ത്രീയ നിർമ്മാണവും മൂലം അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം ടൂറിസം മന്ത്രി ആദ്യം സന്ദർശിച്ചത് ഫോർട്ട് കൊച്ചിയായിരുന്നു. അന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നാണ് ടൂറിസം മേഖലയിലുള്ളവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കൊച്ചിയുടെ മുഖമുദ്രയായി വിശേഷിപ്പിക്കുന്ന ചീനവല നവീകരണമായിരുന്നു പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന്. എന്നാൽ ചീനവലകൾ ഇന്നും നിലനിൽപ്പ് ഭീഷണിയിലാണ്. നവീകരിച്ച ചീനവലയുടെ ഉടമയാകട്ടെ അധികൃതരുടെ ഉറപ്പിൽ പണം ചെലവഴിച്ചെങ്കിലും ഇപ്പോൾ പലിശക്കെടുത്ത പണം വീട്ടാനാകാത്ത നെട്ടോട്ടത്തിലാണ്. UDF സർക്കാരിന്റെ കാലഘട്ടത്തിലടക്കം കഴിഞ്ഞ 10 വർഷത്തിനിടെ ചീനവല നവീകരണത്തിൽ 6 പ്രഖ്യാപനങ്ങൾ നടന്നു. ഈ കാലയളവിനിടയിൽ ഫോർട്ട് കൊച്ചിയിൽ 4 വൈപ്പിൻ തീരത്ത് 1 ചീനവല തകർന്നതും മാത്രം മിച്ചം. തടി ലഭിക്കാത്തതാണ് നവീകരണത്തിന് പ്രധാന തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത്. ചീനവലകൾക്ക് ആവശ്യമായ മര ഉരുപ്പടികൾ കൃത്യമായി ലഭിക്കാൻ സംവിധാനമില്ല. വനം, ടൂറിസം, റവന്യൂ വകുപ്പുകൾ തമ്മിലെ ഏകോപനമില്ലായ്മയാണ് പ്രധാന പ്രശ്നം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുചിമുറി നിർമ്മിക്കുമെന്നും ടൂറിസം മന്ത്രി പ്രഖ്യാപിച്ചിട്ട് വർഷം 1.5 കഴിഞ്ഞു. ഫോർട്ട് കൊച്ചി കടപ്പുറമാകട്ടെ തീരമില്ലാതായതോടെ മോശം അവസ്ഥയിലാണ്. നടപ്പാത ഭൂരിഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വീട്ടിലെ മുറിയിൽ തീപിടുത്തമുണ്ടായി 4 അംഗ കുടുംബം വെന്തുമരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. മുറിയിൽ പെട്രോൾ കാൻ സൂക്ഷിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. അങ്കമാലി അങ്ങാടിക്കടവിലെ വീട്ടിൽ ബിനീഷ്, ഭാര്യ അനുമോൾ മാത്യു, മക്കളായ ജോവാന, ജോസിൻ എന്നിവരാണ് മരിച്ചത്. ബിനീഷ് പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വ്യാപാരിയായിരുന്ന ബിനീഷിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. ജൂൺ 8 പുലർച്ചെയാണ് സംഭവം. വീടിന്റെ താഴത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്ന ബിനീഷിന്റെ അമ്മ ചിന്നമ്മയാണ് മുകളിലത്തെ മുറിയിൽ തീ പടരുന്നത് ആദ്യം കണ്ടത്. ഇവർ ബഹളം വെച്ചതോടെ പ്രദേശവാസികൾ എത്തുകയും തീ അണയ്ക്കുകയുമായിരുന്നു. ഇപ്പോഴേക്കും 4 പേരും മരിച്ചിരുന്നു. ആലുവ ബൈപ്പാസ് അടിപ്പാതകളിൽ സ്ലാബുകൾ തകർന്ന കാനകൾ അപകടങ്ങൾക്കിടയാക്കുന്നു. കാനയിൽ വീണ് ഓട്ടോറിക്ഷയ്ക്ക് തകരാർ സംഭവിച്ചു. തിരക്കേറിയ സമയത്ത് ഗതാഗതക്കുരുക്കിനും അപകടം വഴിയൊരുക്കി. മേൽപ്പാലത്തിന് കീഴിൽ നിരവധി അടിപ്പാതകളുണ്ട്. ഈ വഴികളിലെ കാനകളാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. ഇത്തരത്തിൽ വളവിൽ സ്ലാബില്ലാത്ത കാനയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ഓട്ടോറിക്ഷ വീണത്. നഗരത്തിൽ നിന്നുള്ള വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് പോകുന്ന വഴിയിലാണ് അപകടമുണ്ടായത്. സർവീസ് റോഡിൽ മാർക്കറ്റ് ഭാഗത്ത് ബസ്സുകൾ നിർത്തുന്ന പ്രദേശം കൂടിയാണിത്.
അതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനും ഇത് ഇടയാക്കി. മാർക്കറ്റ് പരിസരത്തെ അടിപ്പാതയിലാണ് കൂടുതൽ അപകട ഭീഷണി. നഗരത്തിൽ നിന്ന് അങ്കമാലി ഭാഗത്തേക്കുള്ള എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് ദേശീയപാതയിലേക്ക് പോകുന്നത്. ഈ വഴിയുടെ വളവിലാണ് പ്രധാനമായും സ്ലാബ് തകർന്നത്. വർഷങ്ങളായി ഈ അവസ്ഥ തുടർന്നു. തിരക്കേറിയ ഈ ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങളടക്കം കാനയിൽ ചാടുന്നതും പതിവാണ്. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി നഗരസഭയടക്കം നിരവധി പരാതി നൽകിയിരുന്നു. പുത്തൻ വാണിജ്യ സമുച്ചയം നിർമ്മിക്കുന്നതോടെ വമ്പൻ മേക്ക് ഓവറിന് തയ്യാറെടുക്കുകയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. 122 കോടി രൂപ ചെലവിൽ വാണിജ്യ സമുച്ചയം പണിയാൻ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് സിയാൽ. മൾട്ടിപ്ലക്സ് റീറ്റെയിൽ ഷോപ്പുകൾ, എക്വോറിയം, ഫൺ സോണുകൾ, 300 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്നിവ ഉൾപ്പെടുത്തിയാണ് കൊമേഴ്ഷ്യൽ സ്പേസ് പണി കഴിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ടെർമിനലിന് മുന്നിലായിട്ടാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. 2 വർഷം കൊണ്ട് മൊത്തം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും കരാർ നൽകുക. 2026 പണി പൂർത്തിയാക്കണം. ബാഹ്യാലങ്കാരങ്ങൾ, എലിവേറ്ററുകൾ, ഇന്റീരിയർ സ്ട്രക്ചർ, പാർട്ടീഷനുകൾ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും വാണിജ്യ സമുച്ചയത്തിൽ സിയാൽ സജ്ജമാക്കും. അത്യാധുനിക എയർ കണ്ടീഷനിങ്ങുള്ള സംവിധാനങ്ങളും പ്രൊജക്ടിന്റെ ഭാഗമായി സിയാൽ ഒരുക്കും. അന്താരാഷ്ട്ര ആഭ്യന്തര ടെർമിനലുകൾക്കിടയിലായി ബിസിനസ് ടെർമിനലിനോട് ചേർന്ന് ലക്ഷറി എയ്റോ ലോഞ്ച് എന്ന പേരിൽ സിയാൽ നിർമ്മിക്കുന്ന താമസ സൗകര്യത്തിനുള്ള സംവിധാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഉടൻ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സിയാൽ അധികൃതർ. ജലവിഭവ വകുപ്പിനെതിരെയുള്ള CITU സമരം ഭരണമുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നു. കൊച്ചിയിലെ കുടിവെള്ള വിതരണം ഫ്രഞ്ച് കമ്പനിയെ ഏൽപ്പിക്കുന്നതിനുള്ള ജലവിഭവ വകുപ്പ് പദ്ധതിക്കെതിരെ സമരവുമായി CITU രംഗത്ത്. ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ ദുരൂഹതയുണ്ടെന്നാണ് ആരോപിച്ചാണ് സമരം. കൊച്ചി നഗരത്തിൽ 24 മണിക്കൂറും ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള ADP പദ്ധതി സ്വകാര്യവൽക്കരിക്കണമെന്ന് ആരോപിച്ചാണ് CITU അടക്കമുള്ള സംഘടനകൾ സമര രംഗത്തേക്ക് വരുന്നത്. നിബന്ധനകൾ പാലിക്കാതെയാണ് ടെൻഡർ നടപടികൾ നടന്നതെന്നാണ് ആരോപണം. ഫ്രഞ്ച് കമ്പനിയായ സൂയസ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി 10 വർഷത്തേക്ക് കരാറുണ്ടാക്കാനാണ് ജലവിഭവ വകുപ്പിന്റെ നീക്കം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.